ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ദിവസം നമ്മൾ ചിന്തിക്കുന്ന തിരുവേദന ഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 33-34 തിരുവചനങ്ങൾ. നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ, പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ, ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവിൻ. അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല. നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെ നിൻ്റെ ഹൃദയവും. പ്രൈസ് ദി ലോർഡ്. വളരെ വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, നീ അധ്വാനിച്ചുണ്ടാക്കിയതായിരിക്കാം, പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് കർത്താവ് നിനക്ക് ആരോഗ്യം നൽകിയിരിക്കുന്നത്. അനേകരിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വിശന്ന് മരിക്കുന്നുണ്ട്. ആഫ്രിക്കയിലൊക്കെ കൊച്ചു കുട്ടികൾ പോലും ഭക്ഷണമില്ലാതെ മരിക്കുന്നു. ആ സമയം 3, 4, 5 നേരം നമ്മൾ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നു. ദൈവത്തെ ധിക്കരിച്ച് തന്നെ നമ്മൾ ജീവിക്കുന്നു. നമ്മൾ സമ്പാദിക്കുന്നതിൻ്റെ ഒരു അംശം മറ്റുള്ളവർക്കില്ലാത്തവരുമായി പങ്കുവച്ചാൽ അവരത് സമൃദ്ധമായി ജീവിക്കാൻ അവർക്കും സാധിക്കും. ലാസറിൻ്റെയും ധനവാന്റെയും കാര്യം ബൈബിളിൽ നമ്മളോട് വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വളരെ വ്യക്തമായിട്ട് ഈശോ പറയുക, നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിൻ്റെ ഹൃദയവും. അപ്പോൾ നമ്മുടെയൊക്കെ നിക്ഷേപം എവിടെയാണ് നിൽക്കുന്നതെന്നൊന്ന് ചിന്തിക്കുക. നമ്മൾ പൈസയിലാണോ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തിരിക്കുന്നത്, ചിന്ത നൽകിയിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ നാശത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊന്ന് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താം, മാറ്റപ്പെടുത്തേണ്ട കാര്യങ്ങൾ മാറ്റപ്പെടുത്താം, മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കാം. ഇല്ലാത്തവനെ കണ്ണടച്ച് നമ്മൾ മാറ്റിവിടരുത്. നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. നമ്മുടെ കൺമുമ്പിൽ ഈശോ കൊണ്ടുവന്ന് തരുന്ന വ്യക്തി ആര് തന്നെയായിരുന്നാലും നിൻ്റെ കരത്തിന് നേരെ കൈ നീട്ടിയാൽ വെറും കൈയോടെ പറഞ്ഞയക്കരുത്. നിനക്ക് സാധിക്കുന്നത് നീ അവന് ചെയ്തു കൊടുക്കുക. അത് ഈശോയാണ് അവനെ അയച്ചിരിക്കുന്നത്. അവനിൽ ഈശോ വസിക്കുന്നുണ്ട്. ഈശോ തന്നെയാണ്. ഈശോ പറഞ്ഞതിനായി ചെറിയവരിൽ ഒരുവന് നൽകിയപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് നൽകിയത്. ഈ തിരുവചനത്തിൻ്റെ അനന്തമായ ശക്തി ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും, അവരുടെ കുടുംബങ്ങളുടെ മേലും, അവരുടെ ദേശത്തിൻ്റെ മേലും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.